നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാവുമായ എ പത്മകുമാറിന്റെ സസ്പെൻഷനിൽ തുടർ തീരുമാനം കുറ്റപത്രം വന്ന ശേഷമെന്ന നിലപാടിൽ CPM. ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് വിശദീകരണം. ആത്മകഥ വെളിപ്പെടുത്താൻ നടപടിയെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിശദീകരണം. നേരത്തെ കടുത്ത നടപടി ഉണ്ടായാൽ പാർട്ടിയിലെ പ്രമുഖരുടെ പങ്കും മറ്റ് രഹസ്യങ്ങളും തുറന്നെഴുതിക്കൊണ്ട് ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് പത്മകുമാർ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണി ഫലം കണ്ടെന്നും പുറത്താക്കാനുണ്ടായ തീരുമാനം സസ്പെൻഷനിൽ ഒതുങ്ങുന്നതിന് കാരണം ഇതാണെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. ശബരിമല കേസിന്റെ സമയങ്ങളിലെല്ലാം പത്മകുമാറിനെ ന്യായീകരിച്ച് കരുതലോടെ പ്രതികരിച്ച CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പിന്നീട് പത്മകുമാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന നിലപാടിലായിരുന്നു. പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്താൻ ശക്തമായ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് നിരവധി നേതാക്കൾ യോഗത്തിൽ വാദിച്ചിരുന്നു. എന്നാൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നുള്ള വെളിപ്പെടുത്തൽ ഭീഷണിയെ തുടർന്ന് സെക്രട്ടേറിയറ്റ് സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് മാറുകയും ഇത് പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയുമായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരായ അച്ചടക്ക നടപടി സംസ്ഥാന നേതൃത്വം സസ്പെൻഷനിൽ നിന്ന് ഒതുക്കിയത് അദ്ദേഹം എഴുതാൻ പോകുന്ന ആത്മകഥയെ ഭയന്നിട്ടെന്ന സൂചന ഉണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടായ പാർട്ടി ഗുരുതര പ്രതിസന്ധി അകപ്പെടുമെന്ന വിലയിരുത്തലിലാണ് പുറത്താക്കൽ നടപടികൾ പാർട്ടി മുതിരാത്തത്. പുറത്താക്കൽ എന്ന കടുത്ത നടപടികളിലേക്ക് നീങ്ങിയ സംസ്ഥാന നേതൃത്വത്തെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പത്മകുമാർ കീഴ്പ്പെടുത്തിയത്. യുവതീ പ്രവേശനം നടന്നപ്പോൾ തന്നെയും ADGP S ശ്രീജിത്തിനെയും ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും സുഹൃത്തുക്കളോട് പത്മകുമാർ പറഞ്ഞെന്ന പ്രചരണമാണ് നടന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിനെയായിരുന്നു പത്മകുമാർ ലക്ഷ്യം വെച്ചത്. ആത്മകഥയിൽ ഇതെല്ലാം ഉണ്ടെന്നും പ്രചരണം ഉണ്ടായിരുന്നു. വെളിപ്പെടുത്തലുണ്ടായതിനാൽ സ്വർണ്ണക്കൊള്ള കേസിനേക്കാൾ വലിയ പ്രത്യാഘാതമായിരിക്കും പാർട്ടിക്കുണ്ടാവുക എന്ന നേതൃത്വം വിലയിരുത്തി. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. പത്മകുമാർ പറയുന്നതിനെല്ലാം മാധ്യമങ്ങൾ വലിയ പ്രചരണം നൽകും. UDFും BJPയും ഈ രാഷ്ട്രീയമായി ഏറ്റെടുക്കും. ജനങ്ങളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ പാർട്ടി നേതൃത്വത്തിന് നേരിടേണ്ടി വരും. തെരഞ്ഞെടുപ്പിലെ തോൽവിയേക്കാൾ വലിയ പ്രതിസന്ധിയും ഇതുണ്ടാക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം വീടുകൾ കയറി CPM വിശദീകരണം നൽകി അടച്ച അധ്യായമാണ് ശബരിമല യുവതീ പ്രവേശനം. കടുത്ത നടപടി വേണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ചർച്ച ചെയ്ത ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. CPM നടപടികളിൽ രണ്ടാമത്തെ വലിയ നടപടിയാണ് സസ്പെൻഷൻ എന്ന് ചൂണ്ടിക്കാണിച്ചാവും വിമർശനങ്ങൾക്ക് മറുപടി നൽകുക. കുറ്റപത്രത്തിൽ കടുത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ പുറത്താക്കലിലേക്ക് പോകണമെന്നും വ്യക്തമാകും. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പത്മകുമാറിനെ തെരഞ്ഞെടുക്കപ്പെട്ട ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് പാർട്ടി കമ്മിറ്റികളിൽ വീണ്ടും ചർച്ചയാക്കും. രൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിന് നേരിടേണ്ടി വരും. തോൽവിക്ക് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPIയും പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ CPM നിലപാടിനെ തള്ളി CPIയും കനത്ത പരാജയത്തിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ നടപടികളോട് ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇത് തോൽവിയിൽ മുഖ്യ പങ്ക് വഹിച്ചതായും ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. ന്യൂനപക്ഷ ഏകീകരണം, സംഘടനാ വീഴ്ച, ഈ സംസ്ഥാന സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ എന്നിവയും തോൽവിക്ക് കാരണമായി. താഴെത്തട്ടിലെ ചർച്ചകൾ വിലയിരുത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അന്തിമ റിപ്പോർട്ടും തയ്യാറാക്കും.